First John chapter 1:3. 1 യോഹന്നാന്റെ ലേഖനം 1-3 കണ്ട് കേട്ടുകൊണ്ടുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. Praise the Lord. We have seen, we have heard, we proclaim also to you, and our fellowship is with the Father and with His Son Jesus Christ. Praise the Lord. When I was praying to God, Lord, what you will be doing 2026? You all received the calendar. God told me this is a year of heavenly proclamation. We have seen, we have heard, we have experienced, we are going to proclaim. എന്ന് പറഞ്ഞാൽ സ്വർഗീയ സാക്ഷ്യങ്ങൾ നിങ്ങൾ പ്രസ്താവിക്കുന്ന വർഷമാക്കി ഈ വർഷത്തെ ദൈവം മാറ്റാൻ പോവുകയാണ്. You will proclaim testimonies which will make heaven happy. Praise the Lord. Why? What is the meaning of heavenly proclamation? സ്വർഗീയ സാക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ എല്ലാ സാക്ഷ്യം പറഞ്ഞു. We proclaimed our testimony now. Throughout 2025, up to 2025, we proclaimed many testimony. ഈ ടെസ്റ്റിമണിയുടെ സ്പെഷ്യാലിറ്റി എന്താണ്? ഈ സാക്ഷ്യങ്ങളെല്ലാം നമുക്ക് സന്തോഷം തരുന്നതാണ്. These testimonies are making us happy. I lost the job. God gave me a job. I was having financial crisis. God help bless me like anything. Hallelujah. My children education was having failure. Now they are scoring high marks. So all the testimonies are giving happiness to me. ഇതുവരെ ഞാൻ പറഞ്ഞ സാക്ഷ്യങ്ങൾ എനിക്ക് സന്തോഷം പകരുന്ന സാക്ഷ്യങ്ങളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. Praise the Lord. But what is heavenly proclamation? നീ ഈ വർഷം പറയാൻ പോകുന്ന സാക്ഷ്യങ്ങൾ നിനക്ക് മാത്രമല്ല സ്വർഗത്തിലെ ദൈവത്തിന് സന്തോഷം പകരുന്നതാണ്. The testimony you're going to share, which will not, what in 2026, it will not only make you happy, the heaven, your Father will be happy about it. Luke 15:7 ഇങ്ങനെ വായിക്കുന്നു. ലൂക്കോസ് 15:7 ഇങ്ങനെ വായിക്കുന്നു. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും. സ്വർഗത്തിലും നിന്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ സന്തോഷമുണ്ടാകും. So I tell you, there will be more joy in heaven. There will be joy in heaven. Over one sinner who repents. Praise the Lord. Hallelujah. ഇതുവരെ പറഞ്ഞ സാക്ഷികളൊന്നും സ്വർഗത്തിലും വലിയ സന്തോഷമൊന്നും ഉണ്ടായിട്ടില്ല. Hallelujah. You are blessed. You are happy. But God reveals that He is not happy. But 2026, you are going to proclaim testimonies which will make you happy and heaven also happy. Hallelujah. ഭൂമിയിലുള്ള നിനക്കും സ്വർഗത്തിലുള്ള പിതാവിന് സന്തോഷം പകരുന്ന സാക്ഷ്യങ്ങൾ നീ ദൈവസഭയിൽ പറയാൻ പോവുകയാണ്. Praise the Lord. Hallelujah. ഏതൊക്കെ സാക്ഷ്യങ്ങളാണ്? What all proclamation you are going to do? How? When we proclaim, എപ്പോഴാണ് നമ്മൾ സാക്ഷ്യം പറയുന്നത്? When we receive a deliverance, we will proclaim our testimony. ശരിയല്ലേ? When we receive a deliverance, we will proclaim a testimony. സ്തോത്രം. Hallelujah. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ, in which all aspects you are going to proclaim your heavenly testimony? സ്വർഗീയ സാക്ഷ്യങ്ങൾ എവിടെയെല്ലാം നീ പറയാൻ പോകുന്നു? ആ സാക്ഷ്യത്തിന്റെ പ്രത്യേകത, സ്പെഷ്യാലിറ്റി, not only you will be happy, your Father also will be happy. Heaven will be happy. There will be a great joy in
heaven. സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. Deliverance is going to happen. വിടുതൽ നടക്കാൻ പോകുന്നു. വേഗത്തിൽ വായിച്ച് സഹായിക്കണം. എവിടൊക്കെയാണ് ദൈവം വിടുവിക്കാൻ പോകുന്നത്? We are all aspects. Now you have to receive. Now you have to believe and receive this message. വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഈ സന്ദേശം ഏറ്റെടുക്കണം. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. ആക്ട്സ് 8:34. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 37-ാം വാക്യം. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആ ആകാം എന്ന് പറഞ്ഞു. ആ യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ആ അടുത്ത വാക്യം. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ഡനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. ഫസ്റ്റ് തിങ്, വ്യക്തികൾ ക്രിസ്തുവിനായി, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുക്കാൻ പോവുകയാണ്. സ്തോത്രം. Individual is going to take decision. അതെങ്ങനെയാണെന്നറിയാമോ? Through the word of God. ആ ഷണ്ണൻ എങ്ങനെ സ്നാനപ്പെടാൻ തീരുമാനമെടുത്തത്? വചനം പറഞ്ഞു കൊടുത്തപ്പോൾ, വചനം സത്യമാണെന്ന് ബോധ്യമായപ്പോൾ തീരുമാനം. ആമേൻ. അനേക ജീവിതങ്ങൾ, many individuals ഈ 2026-ൽ തീരുമാനമെടുക്കാൻ പോവുകയാണ്. സ്തോത്രം. That individual will be happy. Heaven will be happy. Hallelujah. Praise the Lord. Praise the Lord. വിശ്വസിക്കണം. To whom we are praying, Lord, my brother, my sister, my ആരുമായിക്കോട്ടെ, individuals is going to take decision and they will commit their life for Christ. സ്തോത്രം. രണ്ടാമത് ജോഷുവ, book of Joshua 24:15. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കരയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമ്മോന്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തു കൊള്ളി. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. രണ്ടാമത് നടക്കാൻ പോകുന്ന വിടുതൽ കുടുംബ ജീവിതത്തിൽ. God will make you to proclaim a testimony. Me and my family will serve the Lord. Hallelujah. ഞാനും എന്റെ കുടുംബവും, അതിൽ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്. God will enable you to proclaim testimony. Me and my family serve the Lord. I'm very happy. Hallelujah. കുടുംബ ജീവിതത്തിൽ ഒരു വലിയ ആഴ്ചപടി ദൈവം ചെയ്യും. ആമേൻ. നിനക്ക് പറയാൻ കഴിയും, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ആമേൻ. ആമേൻ. Miracles is going to happen. Hallelujah. മൂന്നാമതായി ജോൺ 4:39. യോഹന്നാൻ 4:39. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു. എന്ന സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനെ വിശ്വസിച്ചു. Praise the Lord. Many people of the nation, many people of the place believe in Christ. ആര് പറഞ്ഞ സാക്ഷ്യം മുഖാന്തരം? ഒരു സ്ത്രീ പറഞ്ഞ സാക്ഷ്യം മുഖാന്തരം. Praise the Lord. Lord is prophesying and giving the message. Lord will bring the people from the nation. Hallelujah. They will repent and they will believe in Christ. God is going to do in 2026. Hallelujah. Stotram. When the people of the nation, they repent and they come to Christ, they will be happy. Heaven will be happy. Hallelujah. ദൈവത്തിന്റെ സ്തോത്രം. വ്യക്തിപരമായ ദൈവം നിന്നെ വിടുവിക്കാൻ പോകുന്നു. കുടുംബ ജീവിതത്തെ വിടുവിക്കാൻ പോകുന്നു. ദേശത്തിലെ ആത്മാക്കളെ വിടുവിക്കാൻ പോകുന്നു. സ്തോത്രം. ആമേൻ. ആക്ട്സ് 9:21. അപ്പോസ്തലപ്രവൃത്തികൾ 9:21. യെരൂശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവർ ഇവനല്ലയോ? ഇവിടെയും അവരെ പിടിച്ചുകെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകുവാനല്ലോ വന്നത് എന്ന് പറഞ്ഞു.
Saul repented. പൗലോ മേൽക്കുമേൽ മതി. Saul repented. He started preaching about Christ. Now the people of God is saying that, oh, he was against us. He was the man who was persecuting the people of God. Now he started preaching God. Amen. എതിർത്ത് നിന്നവർ ആമേൻ കൃപയിലേക്ക് വരാൻ പോകുന്നു. സ്തോത്രം. Till 2005 they were against the of God. They were against the vision of God. 2026 God is telling a promise. The person who had a big argument with you regarding the spiritual life, they will turn according to God's will. Hallelujah. Amen. ഉടക്കിയവരോട് പിണങ്ങണ്ട, ഇന്നോട്ട് പ്രാർത്ഥിച്ചോ. Don't be angry with the people who argued with you. 2026 from January 1st, start praying for them. God is going to change their testimony. Hallelujah. സ്തോത്രം. നാടൻ ഭാഷ പറഞ്ഞാൽ ഒരു തരത്തിലും അടുക്കേറെ നീ വിചാരിക്കുന്നതില്ലേ, അവരെ ദൈവം മാനസാന്തരപ്പെടുത്താൻ പോവുകയാ. Praise God. Hallelujah. അവിടെ കൂടെ തീരുന്നില്ല. Exodus chapter 32:26. പുറപ്പാട് പുസ്തകം 32:26 വാക്യം. അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ലേവ്യർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി. Praise the Lord. The tribe of Levi, they have been called for God's purpose. But when Moses went to the mountain, they backslided. They started worshipping a God created by man. Lord is telling a prophecy to you. Lord is giving a promise to you. So backslided from the spiritual life. Stone. Praise God. Praise God. Why they restoring back? They have been called for God's purpose. ഇപ്പോൾ അവർ ഉടക്കി മാറിയെങ്കിലും, ആമേൻ, ഇപ്പോൾ അവര് കൃപയിൽ നിന്ന് പോയെങ്കിലും അവരെ മടക്കി വരുത്തുന്ന വർഷമാണ് 2026. God will bring back the people who really backslided from the spiritual life. Praise the Lord. ഒടുവിലായ ഒരു വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്നു. യെശയ്യാ 6:8. യെശയ്യാ 6:8 വാക്യം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയൻ ഇതാ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. He was a prophet of God. He was prophesying to nations. He was prophesying to the people. He was thinking himself that he is a so-called spiritual man who was totally acceptable for God. He was thinking, my life was totally pleasing for God. But the moment he realized, God is expecting more from me. He didn't say that, Lord, I am doing X, Y, Z, I am doing A, B, C. No, he told, Lord, here I am. സ്തോത്രം. എന്താണ് മെസ്സേജ് എന്നറിയാമോ? ആത്മീയനാണെന്ന് ചിന്തിക്കുകയും ആത്മീയം ഇത് മതിയെന്ന് പറയുകയും ചെയ്തുകൊണ്ട് ആമേൻ നിന്ന ജീവിതങ്ങളെ ഒരു പരിപൂർണ സമർപ്പണത്തിലേക്ക് ഈ വർഷം കൊണ്ടുപോകാൻ പോകുക. സ്തോത്രം. You will be committed according to God's will, not according to your will. Praise the Lord. Praise the Lord. God will change your destiny. God will change your decisions. You will be totally committed to God. You will say, here I am. Here I am. I will do. I will stand. I will preach. I will take a step forward for you, Lord. Hallelujah. വ്യക്തികളെ വിടുവിക്കുന്നു, കുടുംബങ്ങളെ വിടുവിക്കുന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ദേശനിവാസികളെ വിടുവിക്കുന്നു. ആമേൻ, ആമേൻ. മറുത്ത് മത്സരിച്ചവരെ വിടുവിക്കുന്നു. Individuals, families, nations, and the rebellion people, backslided people, they have been restored according to God's will.
And moreover, he will change your spiritual decisions. He will change your spiritual destiny. And 2026, you will proclaim heavenly testimony here, which will make you and heaven happy. Hallelujah. സ്തോത്രം. സ്തോത്രം. നിന്റെ അന്തരത്തിൽ നിന്ന് പുറപ്പെടാൻ പോകുന്നത് പിതാവിന് സന്തോഷം തരുന്ന സ്വർഗീയ സാക്ഷികളാണ്. ഇയർ ഓഫ് ഹെവൻലി പ്രൊക്ലമേഷൻ. സ്വർഗീയ സാക്ഷ്യങ്ങളുടെ, സ്വർഗീയ ശബ്ദങ്ങളുടെ വർഷം. എന്റെ അന്തരത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദങ്ങൾ, ആമേൻ, എനിക്കും എന്റെ പിതാവിനും സന്തോഷം പകരുന്നതായി തീരുന്നു. Praise God. Praise God. We do small things, God will do great things. Hallelujah. Hallelujah. Again, come back to 1 John 1:3. Experience what you experienced. What you experienced. I am seeing many people for God. I experience my family standing for God. I experience people God. Experience the women are restored back to God. I experience the people who said restored back to God. I experience there's a great change in my spiritual decisions. I will proclaim the heavenly glory of the year 2026. 2026 if you're ready to rectify, if you're ready to come to God, if you change a small decision, God will make to see, to glorify heavenly proclamations. Hallelujah. നിന്നെ കൊണ്ട് തന്നെ ദൈവം പറയിക്കും. He will make impossible possible in 2026. എന്നിരിക്കാൻ പ്രാർത്ഥനയ്ക്കാം.